أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمد الله ونصلي ونسلم على رسول الله سيدنا وحبيبنا وإمامنا محمد وآله അലി അലൈഹിസ്സലാത്തു വസ്സലാം കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ നടന്ന ഏറ്റവും വലിയ അട്ടിമറിയും ചതിപ്രയോഗങ്ങളും വളരെ ഭീകരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ മുആവിയയെ കുറിച്ച് പറയുമ്പോൾ മുആവിയൻ മതക്കാര് പറയാറുള്ള സംഗതി, മുആവിയയെ നമ്മൾ ആണ് പറയുന്നത്, മുമ്പാരും പറഞ്ഞിട്ടില്ല എന്നാണ്. താരീഖ് തബരിയിൽ 5-ാം വോള്യം 102-ാം പേജിൽ ഇമാം അലി ഒരു കത്തെഴുതുന്നതായി പറയുന്നുണ്ട്. അതിങ്ങനെയാണ് കത്തെഴുതിയത്: വഖദ് ഖറഅതു കിതാബ് അൽ ഫാജിർ ബിൻ അൽ ഫാജിർ മുആവിയ വൽ ഫാജിർ ബിൻ അൽ കാഫിർ അംർ അൽ മുതഹാബീന ഫി അമൽ അൽ മഅസിയ. തെമ്മാടിയുടെ മകൻ തെമ്മാടിയായ മുആവിയ എഴുതിയ കത്ത് ഞാൻ വായിച്ചു. മുആവിയയെ കുറിച്ച് അലി ഇബ്നു അബി താലിബ് എഴുതിയതായിട്ട് താരീഖ് തബരി 5-ാം വോള്യം 102-ാം പേജിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണിത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിക ലോകത്ത് മുആവിയ ഒരു കൊള്ളാത്ത വ്യക്തിയായി തന്നെയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അധികാരവും അധികാരത്തിലിരിക്കുന്നവരും മാറ്റി നിർത്തിയാൽ ഇസ്ലാമിക പൊതുസമൂഹം മുആവിയ എന്ന വ്യക്തിയെ കൊള്ളാത്തവൻ എന്ന് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ മുആവിയ എന്ന പേര് വ്യാപകമല്ലാതായി തീർന്നത്. ഇക്കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടി ഗൂഗിള് തപ്പി നോക്കിയിട്ട് മുആവിയ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ആഫ്രിക്കയിലുണ്ട്, ചില ആൾക്കാർ അമേരിക്കയുടെ ഏതോ ഭാഗത്തുണ്ട് എന്നൊക്കെ പറയേണ്ടതായ ഗതികേട് വന്നു. ഇത് തന്നെയാണ് പ്രശ്നം. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഒന്നും വീടുകളിൽ മുആവിയ എന്ന് പേരായിട്ടുള്ള ഒരാളെയും കാണുക സാധ്യമല്ല. മുസ്ലിം സമൂഹം അത്രമേൽ ആ കക്ഷിയെ വെറുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ സാംസ്കാരിക പരിസരത്ത് നിന്ന് ആ നാമം പോലും അവർ മാറ്റിവെച്ചു. പിന്നീട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് മുആവിയയെ മഹത്വവൽക്കരിച്ച് കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ, ഹുസൈൻ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മുആവിയ ആ കുടുംബത്തെ ശപിക്കാൻ വേണ്ടി മിമ്പറുകളിൽ വെച്ച് ഖുത്ബയ്ക്കിടയിൽ, അല്ലെങ്കിൽ ഖുത്ബയുടെ അവസാന ഭാഗം മിമ്പറുകളിൽ വെച്ച് ആ കുടുംബത്തെ ശപിക്കുന്നതിന് വേണ്ടി ഉത്തരവിറക്കി. അൽ മുഖ്തസർ ഫി അഖ്ബാറിൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ അബുൽ ഫിദ ഇമാദുദ്ദീൻ ഇസ്മായിൽ എന്ന ഗ്രന്ഥകർത്താവ്, അദ്ദേഹം ഹിജ്റ 732 മരിച്ച ആളാണ്, എഴുതുന്നു: കാന ഖുലഫാഉ ബനി ഉമയ്യ യുസബ്ബൂന അലിയൻ മിൻ സന 41. ഹിജ്റ വർഷം 41 മുതൽ അലി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബനു ഉമയ്യ നേതാക്കൾ, ഭരണാധികാരികളും നേതാക്കളും ചീത്ത പറയൽ പതിവായിരുന്നു. വഹിയ സനത്തുല്ലത്തി ഖലാൽ ഹസനു ഫീഹ നഫ്സഹു മിനൽ ഖിലാഫ. ഹസൻ അലൈഹിസ്സലാം ഖിലാഫത്ത് ഒഴിഞ്ഞ് മുആവിയ സ്വതന്ത്ര ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ച വർഷമായിരുന്നു അത്. ഇലാ അവ്വലി സനത്തി 99 വരെ, എന്ന് വെച്ചാൽ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം മെമ്പറുകളിൽ വെച്ച് പ്രവാചക കുടുംബത്തെ പച്ചയിൽ ശപിക്കാൻ മുആവിയ മുതൽ ഇങ്ങോട്ടുള്ള ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം. ആഖിരി അയ്യാമി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഫലമ്മ ഉല്ലിയ ഉമർ അബ്തല ദാലിക വകതബ ഇലാ നുവാബിഹി ബിഇബ്താലിഹി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭരണത്തിലേറിയതിനു ശേഷം ആ രീതി ഇല്ലാതാക്കുകയും റദ്ദ് ചെയ്യുകയും
എന്നിട്ട് അത് ഒരു ഉത്തരവായി തൻ്റെ എല്ലാ ഗവർണർമാരിലേക്കും അയക്കുകയും ചെയ്തു. വലമ്മ ഖത്തബ യൗമൽ ജുമുഅ, അദ്ദേഹം വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോൾ അബ്ദല മറ്റൊന്നാണ് പറഞ്ഞത്. അബ്ദല സബ ഫി ആഖിർ ഖുതുബ ബിഖിറാഅത്തി ഖൗലിഹി തആല ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്ന ആയത്ത് അതിന് പകരം കൊണ്ടുവന്ന് അദ്ദേഹം ആ ശാപ പ്രാർത്ഥന നിർത്തലാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പിന്നെ മക്കയിലും മദീനയിലുമുള്ള ഹറമുകളിലെ മിമ്പറുകളിലടക്കം ഹുസൈൻ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത്, അതായത് പ്രവാചകന്റെ പൗത്രന്റെ മുഖത്ത് നോക്കി ലഅനല്ലാഹു അലിയൻ വൽ ഹസന വൽ ഹുസൈൻ, നിന്നെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഖത്തീബുമാരുണ്ടായിരുന്നു. അക്കാരണത്താൽ പലപ്പോഴും ഹുസൈൻ അലൈഹിസ്സലാം പള്ളിയിൽ പോയിരുന്നില്ല വെള്ളിയാഴ്ചകളിൽ. 50 വർഷത്തോളം, 40 വർഷം എന്നാണ് കണക്ക്, 40 വർഷത്തിലധികം. അതിനെക്കുറിച്ച് പിന്നെ അതായത് നമുക്കിവിടെ കണക്ക് പറയുന്നത് 41 മുതൽ 99 വരെ എന്ന് പറയുമ്പോൾ 58 വർഷം എന്നാണ്. ചില റിവായത്തുകളിൽ അത് 48 വർഷം എന്ന് കാണാം. എന്തായാലും അത്രയും ദീർഘമായ കാലയളവ് പ്രവാചക കുടുംബത്തെ മിമ്പറുകളിൽ വെച്ച് ശാപ പ്രാർത്ഥന നടത്തി. ഉമർ ബിൻ അബ്ദുൽ അസീസ് വന്നതിന് ശേഷമാണ് അത് ബാത്തിലാക്കിയത്. ഇപ്പോ നമ്മുടെ വഹാബി പണ്ഡിതന്മാരായ ആളുകളിൽ ചിലരൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അത് കള്ളം പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ താരീഖ് തബരിയും ബിദായയും ഈ പറയുന്ന അബുൽ ഫിദാ ഇമാദുദ്ദീന്റെ അൽ മുഖ്തസർ ഫി അഖ്ബാരിൽ ബഷർ പോലുള്ള ഗ്രന്ഥങ്ങളും എല്ലാം തള്ളിക്കളയണം. ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളാണ്, ഇതൊക്കെ ആധികാരിക ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നവയാണ്. മൗദൂദിയും അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ മൗദൂദിയെയും തള്ളിക്കളയേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊക്കെ. ഈ ശാപ പ്രാർത്ഥന നടന്നിരുന്നുവെന്നും അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ബാത്തിലാക്കിയെന്നും ഇപ്പോഴും സുന്നി പള്ളികളിൽ പോയാൽ നിങ്ങൾക്ക് ഈ ആയത്ത് ഓതുന്നത് കേൾക്കാം. ഈ ഓതുന്നവർക്കും അറിയില്ല ഇത് എന്തിനാണെന്ന്. ഈ അവസാനത്തെ ഖുതുബയിൽ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്ന് ഖത്തീബുമാരൊക്കെ പറയുന്നത് കേൾക്കാം. കിതാബൊക്കെ പൂട്ടി വെച്ചിട്ടാണ് ഇത് പറയുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ലഅനല്ലാഹു അലിയൻ വൽ ഹസന വൽ ഹുസൈൻ എന്ന് മുആവിയ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഉണ്ടാക്കിയിട്ടുള്ള ശാപ പ്രാർത്ഥന റദ്ദ് ചെയ്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന നല്ല ഭരണാധികാരി പകരമായി അവിടെ ആ ശാപ പ്രാർത്ഥനയ്ക്ക് പകരം എന്തെങ്കിലും പറയണല്ലോ, അങ്ങനെ ആ ആയത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഓർമ്മയാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനുശേഷമാണ് 4 ഖലീഫമാരെന്ന് പറയുന്ന 4 ഖലീഫമാരുടെ പേര് പറഞ്ഞിട്ട് തെർലിയത്ത് ചെല്ലാനൊക്കെ ഖുത്ബകളിൽ തുടങ്ങിയത്. പിന്നെ നബാത്തി ഖുത്ബയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അപ്പൊ ഇത് ഒരു സമൂഹത്തെ, പ്രവാചകന്റെ കുടുംബത്തെ, പ്രവാചകൻ വഫാത്തായിട്ട് 19 വർഷം കഴിയുമ്പോഴേക്കും, അല്ല 50 ഇല്ല 10-35 വർഷം കഴിയുമ്പോഴേക്കും ആ പ്രവാചക കുടുംബത്തെ പ്രവാചകൻ ഖുത്ബ പറഞ്ഞ മെമ്പറിൽ വെച്ച് ശപിക്കുന്നതിന് ഉത്തരവിറക്കി. എന്ന് മാത്രമല്ല, നമുക്ക് കാണാം സഅദ് ഇബ്നു മുആദിനോട് മുആവിയ തർക്കിക്കുന്ന ഒരു സംഗതിയുണ്ട്. ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ അബൂ തുറാബിനെ ചീത്ത പറയാത്തത്? സഅദ് ഇബ്നു മുആദ് ഒരു ഖത്തീബാണ്. എന്തുകൊണ്ടാണ് നീ അബൂ തുറാബിനെ ചീത്ത പറയാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും അങ്ങനെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഖത്തീബുമാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഗവർണർമാർക്ക് അധികാരം കൊടുക്കുകയും ചെയ്ത സംഭവമുണ്ട്. അതും ഇതൊക്കെ കിതാബുകളിൽ എഴുതി വെച്ച സംഭവങ്ങളാണ്. എന്തുകൊണ്ടാണ് നീ ചീത്ത പറയാത്തത് എന്നാണ് മുആവിയ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അബൂ തുറാബ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് അലി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ സംഗതി തിരിച്ചു പറയുന്നുണ്ട്. ഞാൻ മുമ്പത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബിനെ ശപിക്കാനും ചീത്ത പറയാനും ഗവർണർമാരെയും ഭരണാധികാരികളെയും പ്രവിശ്യ ഭരണാധികാരികളെയും ഖത്തീബുമാരെയും നിർബന്ധിക്കുകയും അതിന് വിസമ്മതിക്കുന്ന ആളുകളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിരുന്നതായും ഈ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നു. ഇത് മുആവിയയുടെ മഹത്വമാണോ കാണിക്കുന്നത്? അതിനുശേഷമാണ് ഹുസൈൻ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ യസീദിനെ ഭരണത്തിലേറ്റുന്നതും ഇന്നലെ ഞാൻ പറഞ്ഞ ഹുസൈൻ ഉൾപ്പെടെയുള്ള സഹാബികളെ മക്കയിലേക്ക് അയക്കുന്നതും അവിടെ കള്ളം പറയുന്നതും എന്നിട്ട് പിന്നെ മക്കയിൽ പോയി കള്ളം പറയുകയും അങ്ങനെ തന്റെ മകനെ ഭരണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. മകനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നതിൽ മുആവിയ കളിച്ച കളികൾ കുപ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്.
അവിടെ മുആവിയ നിർത്തിയിരുന്നെങ്കിൽ, അതായത് മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരി 40 വർഷം ഭരിച്ചു, 20 വർഷം ഗവർണറായും 20 വർഷം രാജാവായും ഭരിച്ചു. അവിടെ അയാൾ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രം മറ്റൊരു വഴിയിലേക്ക് പോകുമായിരുന്നു. അയാൾക്ക് ഇസ്ലാമിക സമൂഹം മാപ്പ് നൽകുമായിരുന്നു. പക്ഷേ അയാൾ അവിടെ നിർത്തിയില്ല. ഇതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ചതി. അദ്ദേഹം ഹസനെ രാജിവെപ്പിച്ച് സ്വയം രാജാവായി പ്രഖ്യാപിച്ചു എന്നതല്ല. അതൊക്കെ പൊറുക്കാവുന്ന തെറ്റുകളാണ്. പക്ഷേ അതിനപ്പുറത്ത് യസീദ് എന്ന് പറയുന്ന തെമ്മാടികളുടെ നേതാവായ തൻ്റെ മകനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ പ്രവാചകന്റെ പ്രതിനിധി എന്ന സ്ഥാനത്ത് ഇരുന്ന ആ കസേരയിലേക്ക് ഇരുത്തി എന്നുള്ളതാണ്. അങ്ങനെ തന്നെ അയാൾ പറയുന്നത്. മദീന പള്ളിയിൽ വെച്ച് ഹുസൈൻ അലിയെയും അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെയും അബ്ദുല്ലാഹിബിൻ ഉമറിനെയും അബ്ദുല്ലാഹിബിൻ സുബൈറിനെയും മക്കയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം മക്കയുടെ മിമ്പറിൽ അദ്ദേഹം നടത്തിയ ഖുതുബയിൽ പറയുന്നത് എനിക്ക് ശേഷം ഒരു ഖലീഫ വേണമെന്നാണ്. ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് ശേഷം ഒരു ഖലീഫ വേണം. ഈ ഖലീഫ എന്ന വാക്ക് ഖലീഫത്തുർ റസൂൽ എന്നതിന്റെ ചുരുക്കമാണ്. റസൂലിന്റെ പ്രതിനിധിയാകാൻ നിങ്ങൾ മുൻഷി പ്രേംചന്ദ് എഴുതിയ കർബല എന്ന നാടകം വായിച്ചു നോക്കണം. മുൻഷി പ്രേംചന്ദ് എന്ന് മുതലാണ് നിങ്ങൾക്ക് ബുഖാരി ആയത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബുഖാരിയേക്കാൾ നല്ലവൻ തന്നെയാണ് മുൻഷി പ്രേംചന്ദ്. ഈ മുൻഷി പ്രേംചന്ദ് എഴുതിയ കർബല എന്ന നാടകം വായിച്ചു നോക്കണം. ആ നാടകത്തിൽ മുൻഷി പ്രേംചന്ദ് പറയുന്നുണ്ട്, ഒരു കയ്യിൽ മദ്യത്തിന്റെ ചഷകം പിടിച്ച്, മുൻഷി പ്രേംചന്ദ് റെഫറൻസ് കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, വെറുതെ എഴുതിയതല്ല. ഒരു കയ്യിൽ മദ്യത്തിന്റെ ചഷകം പിടിച്ച് യസീദ് എന്ന് പറയുന്ന തെമ്മാടി പറയുന്ന ഒരു രംഗമുണ്ട്. അയാൾ പറയുന്നു, ഈ വീര്യമുള്ള മദ്യത്തിന്റെ രസമറിയാതെയാണല്ലോ മുഹമ്മദ് മരിച്ചുപോയത്. ഈ വീര്യമുള്ള മദ്യത്തിന്റെ ലഹരി അറിയാതെയാണല്ലോ മുഹമ്മദ് മരിച്ചുപോയത്. പാപം, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സിപ്പ് കുടിക്കുന്നത്. മുഹമ്മദ് നബിക്ക് വേണ്ടി ചിയേഴ്സ് പറഞ്ഞ ലോകത്തിലെ ഏക മനുഷ്യന്റെ പേരാണ് യസീദ്. ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. മുൻഷി പ്രേംചന്ദിന്റെ കർബലയെങ്കിലും വായിച്ചു നോക്കണം ഈ മുആവിയയെ മഹത്വവൽക്കരിക്കുന്ന ആളുകൾ. ഇതൊന്നും വായിക്കാതെയാണല്ലോ ഇവര് വന്നിട്ട് ബഹളം കൂട്ടുന്നത്. കർബലയിൽ യസീദ്, ആ നാടകത്തിൽ യസീദ് മറ്റൊരു രംഗത്ത് പറയുന്നുണ്ട്, മുഹമ്മദ് പരലോകം പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചു, നമ്മളാകട്ടെ അധികാരം കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തും. ഇങ്ങനെ എത്ര രംഗങ്ങളുണ്ടെന്നറിയാമോ? യസീദിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചു നോക്കണം. ഇരിക്കട്ടെ. അങ്ങനെ മുആവിയ അധികാരത്തിൽ വന്നതിന് ശേഷം യസീദിനെ തൻ്റെ പിൻഗാമിയായി വാഴിക്കുന്നതിനിടയിൽ ചെയ്ത വേറെ 2-3 കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, ബുസ്ർ ബിൻ അബി ബർത്ത എന്ന് പറയുന്ന, ഒരുപക്ഷെ ഹിറ്റ്ലറെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന, ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ആധുനിക കാലത്ത് നമ്മൾ കണ്ട ഒരു ക്രൂര കഥാപാത്രമാണെങ്കിൽ അങ്ങനെയുള്ള 1000 ഹിറ്റ്ലർമാർ ചേരാൻ പാകത്തിലുള്ള ഒരാളുടെ പേരാണ് ബുസ്ർ. ഈ ബുസ്റാണ് മദീനയിൽ ഉൾപ്പെടെ അഴിഞ്ഞാടാൻ വേണ്ടി സൈനികർക്ക് അവസരം നൽകുന്നത്. 0 ഡേ എന്ന് പറയുന്ന ഒരു ഡേയെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കണ്ണിൽ കണ്ടവരെയൊക്കെ കൊല്ലുക എന്നുള്ളതായിരുന്നു ബുസ്റിന്റെ പണി. മുആവിയയെ കുറിച്ച് അഭിപ്രായം ചോദിക്കും, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കൊന്നുകളയും. ബുസ്റിന്റെ പ്രവർത്തനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു മുആവിയയുടെ ഉത്തരവ്. ബുസ്ർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ബുസ്ർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് മുആവിയ ആദ്യം തന്നെ ഉത്തരവിറക്കിയിരുന്നു. ഈ മിമ്പറുകളിൽ വെച്ച് അലിയെയും മക്കളെയും ശപിക്കുന്ന പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടോ എന്ന് നോക്കാൻ ബുസ്ർ വെള്ളിയാഴ്ച പള്ളികൾ മാറി മാറി പോകുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത ഖത്തീബുമാരെ ബുസ്റായിരുന്നു നേരിട്ട് കൈകാര്യം ചെയ്തിരുന്നത്. രണ്ടാമത്, സിയാദ് എന്ന് പറയുന്ന അബൂ സുഫിയാന്റെ ജാരസന്തതിയെ, അതായത് അബൂ സുഫിയാൻ കല്യാണം കഴിക്കാതെ ഉണ്ടായ മകനാണ് സിയാദ്. അബൂ സുഫിയാൻ കച്ചവടത്തിന് പോകുമ്പോൾ ഒരിടത്ത് തങ്ങുകയും അവിടെ തൽക്കാലത്തേക്ക് ഒരു സ്ത്രീയുമായി അടുക്കുകയും ബന്ധപ്പെടുകയും അവർ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. അതിൽ ജനിച്ച കുട്ടിയുടെ പേരാണ് സിയാദ് ബിൻ അബീഹി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് മുആവിയ ഭരണാധികാരിയായതിനു ശേഷം മുആവിയ സിയാദിനെ തന്റെ വാപ്പാന്റെ പേര് ചേർക്കുന്നതിന് സമ്മതിക്കുകയും പിന്നീട് സിയാദ് ബിൻ അബി സുഫിയാൻ എന്നറിയപ്പെടുകയും ചെയ്തു. ഈ സിയാദിനെ പിന്നീട് ഗവർണറാക്കി നിശ്ചയിക്കുന്നുണ്ട് മുആവിയ. ഈ സിയാദിന്റെ മകൻ ഉബൈദുല്ലാഹി ഇബ്നു സിയാദാണ്. ഇബ്നു സിയാദ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഹുസൈൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കർബലയിൽ കൊന്നുകളഞ്ഞത്. ആ സംഘത്തിന്റെ നേതാവ് അയാളായിരുന്നു.
ഈ സിയാദിനെയാണ് ബസറ, ഖുറാസാൻ, സെജിസ്ഥാൻ പ്രവിശ്യകളുടെ ഗവർണറാക്കി നിശ്ചയിക്കുക മാത്രമല്ല ആ നാട്ടിലുള്ള അലി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന എല്ലാ ആളുകളെയും, അത് ഈ പേർഷ്യൻ പ്രവിശ്യയാണ്, എല്ലാ ആളുകളെയും കൊല്ലുകയോ ജയിലിലടക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അധികാരം കൊടുത്തു. വക്കാന സിയാദു അവ്വലു മൻ ശദ്ദ അംറ സുൽത്താൻ വഅക്കദ അൽ മലിക മുആവിയ വഅൽസമ الناس الطاعة وتقدم في العقوبة وجرد السيف وأخذ بالظنية وعاقب على الشبهة وخافه الناس في سلطانه ഖൗഫൻ ശദീദൻ. ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്നതിന് ഏതേതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ടോ അതൊക്കെ ഉപയോഗിക്കുകയും മുആവിയയുടെ പക്ഷം ചേരാത്ത ആളുകളെ അരികുവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സിയാദ് ചെയ്ത പണി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയതിന് ശേഷം അവസാനം തൻ്റെ മകനെ വാഴിക്കുകയും യസീദ് അധികാരത്തിലെത്തുകയും ചെയ്തു. ഇനി യസീദിൻ്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ നോക്കാം. യസീദിനെ വാഴിക്കുന്ന സമയത്ത് മുആവിയ മകനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിങ്ങനെയാണ്: 4 ആളുകൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. വാപ്പ മകന് നൽകുകയാണ് ഉപദേശം. അൽ ഹുസൈൻ വബ്നു ഉമർ വബ്നു സുബൈർ വബ്നു അബീ ബക്കർ. ഇന്നി അഖാഫു ഇന്നി ലാ അതഖഫു അൻ യുനാസിഅക ഹാദൽ അംർ ഇല്ലാ 4 നഫർ. എല്ലാവരും നിന്നെ അനുസരിക്കും, പക്ഷെ 4 ആളുകൾ നിന്റെ കാര്യത്തിൽ ഇടങ്കോലിടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒന്ന് ഹുസൈനാണ്, ഒന്ന് അബ്ദുല്ലാഹിബിൻ ഉമറാണ്, ഒന്ന് അബ്ദുല്ലാഹിബിൻ സുബൈറാണ്, ഒന്ന് ഇബ്നു മുഹമ്മദ് ബിൻ അബീ ബക്കറാണ്. ഈ 4 ആളുകളെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം വാപ്പ മകനോട്. എന്നിട്ട് ഈ സംഗതിയെ പിന്നെ പറഞ്ഞുകൊണ്ട് ഈ വഹാബി പ്രഭാഷകർ നടത്തുന്നത് അവരെ പ്രത്യേകമായി പരിഗണിക്കണം എന്നാണ് പറഞ്ഞത് എന്നാണ്. നോക്കണം, നമ്മൾ അവരെ പ്രത്യേകമായി പരിഗണിക്കണം, അവർക്ക് ഭയങ്കരമായി അവരെ ആദരിക്കണം എന്നാണ് പറഞ്ഞത് എന്നാണ് ഇവർ പറയുക. ഈ ഇബാറത്ത് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇന്നീല അതഖഫഫു യുനാസിഅക ഫി ഹദൽ അംർ ഇല്ലാ 4 നഫർ അൽ ഹുസൈൻ വബ്നു ഉമർ വബ്നു സുബൈർ വബ്നു അബീ ബക്കർ. ഈ 4 ആളുകളാണ് പ്രശ്നക്കാർ. ഈ 4 ആളുകളെ ശ്രദ്ധിക്കണം. ഇബ്നു സുബൈറിനെ കൊന്നു. ആര് കൊന്നു? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഹജ്ജാജ് എന്ന് പറയുന്ന അമവി രാജാക്കന്മാർ, അയാൾ രാജാവല്ല, അമവി സൈന്യാധിപനാണ്. അമവി സൈന്യാധിപൻ കഅബയുടെ മുറ്റത്ത് നമ്മൾ തവാഫ് ചെയ്യുന്ന മതാഫിൽ തൂക്കിക്കൊന്നു. ആരെ? അബ്ദുല്ലാഹിബ്നു സുബൈറിനെ. ചരിത്രം നമ്മൾ ഏത് ചരിത്രമാണ് പഠിക്കുന്നത്? ഇത് മദ്രസയിൽ പഠിക്കോ? റസൂലുള്ളാഹിന്റെ അസ്മാ ബീവിയാണ് ഉമ്മ. ആയിഷയുടെ ജ്യേഷ്ഠത്തി അസ്മയുടെ മകനാണ് ഇബ്നു സുബൈർ. അസ്മാ ബീവിയുടെ മകനെ, സുബൈറിന്റെ മകനെ, സുബൈറിനെ കൊന്നു മർവാൻ. സുബൈറിനെയും തൽഹയെയും ഈ കൊലയുടെ കഥ പറയരുത് എന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഇവർ പറയിപ്പിക്കാനുള്ള നമ്മളെ കൊണ്ട്. സുബൈറിനെയും തൽഹയെയും മർവാൻ കൊന്നു. ആ സുബൈറിന്റെ മകൻ, അസ്മാ ബീവിയുടെ മകൻ അബ്ദുള്ളയെ മക്കയിൽ കഅബയിൽ ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട, മസാബത്തും അമ്നും അള്ളാഹു ഉറപ്പ് നൽകിയ, എതിരാളിയെ കണ്ടാൽ പോലും, ശത്രുവിനെ, സ്വന്തം വാപ്പാനെ കൊന്നവനെ കണ്ടാൽ പോലും അയാളോട് പ്രതികാരം ചെയ്യരുതെന്നും ചീത്തവാക്ക് പറയരുതെന്നും പറഞ്ഞ വിശുദ്ധ മസ്ജിദിന്റെ മത്താഫിൽ കൊലമരം സ്ഥാപിച്ച് തൂക്കിക്കൊന്നു അബ്ദുല്ലാഹിബ്നു സുബൈറിനെ. അല്ലേ? ചരിത്രം പറയട്ടെ. അമവികൾ ചെയ്ത പാതകമാണ് ഞാൻ പറയുന്നത്. വലിയ തെറ്റുവില്ല് വെച്ച് പിന്നെ കല്ലുകൾ പായിച്ചിട്ട് കഅബയുടെ ചുമര് പൊളിക്കാൻ വന്നത് ആരാണത് ചെയ്തത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അമവി ഭരണാധികാരികൾ അവരല്ലേ ചെയ്തത്? അല്ലെന്ന് പറയട്ടെ, ചരിത്രം അങ്ങനെയല്ലെന്ന് പറയട്ടെ. യുവത എഴുതിയ പുസ്തകം വായിക്കേ, എന്നിട്ട് പറ. ഞാൻ പറയുന്നു ഇതൊക്കെ ഇല്ലെന്ന് പറയാൻ ഇങ്ങനെയൊന്നും അല്ല. മുസ്തഫ മൗലവി കള്ളം പറയുന്നു, അയാൾ കള്ളനാണ്, ഈ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് ഈ മുല്ലമാര് പറയട്ടെ. എന്തിനാണ് ഈ ചരിത്രം ഒളിച്ചു വെക്കുന്നത്? ആർക്കു വേണ്ടി? മക്ക പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വന്നു എന്ന് കഥ പറയുന്ന ഈ കൂട്ടർ മക്ക പൊളിക്കാൻ വേണ്ടി വരികയും പൊളിക്കുകയും ചെയ്ത ഈ ആളുകളെ കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തത്? അവര് കൊന്നില്ലേ? എന്നിട്ട് അസ്മ വന്നു, 100 ചില്ലാനം വയസ്സുള്ള അസ്മ വന്നു, 99 വയസ്സ് 96 വയസ്സ് മറ്റുള്ളപ്പോഴാണ്. ആയിഷ ബീവിയേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അസ്മയ്ക്ക്. അസ്മ വന്നു, കണ്ണ് കാണൂല.
എന്നിട്ട് അസ്മ വന്നിട്ട് ഉമ്മ വന്നാലേ ഇത് ഇറക്കാൻ പാടുള്ളൂ എന്ന് ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അസ്മാ ബീവി വന്നിട്ട് ഒട്ടകപ്പുറത്തിരുന്നിട്ടാണ് മകന്റെ മയ്യത്ത് ഇങ്ങനെ തൊടുന്നത്. തൂങ്ങിക്കിടക്കുകയല്ലേ. പിന്നെ മയ്യത്തിങ്ങനെ തലോടി, എന്നിട്ട് പറഞ്ഞു എന്റെ മോൻ ഇപ്പോഴും കുതിരപ്പുറത്ത് തന്നെയാണല്ലോ. അതിനുശേഷമാണ് എടുത്തിട്ട് മറമാടിയത്. പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയെ തൂക്കിക്കൊന്നു മത്താഫിൽ വെച്ച്. എന്നിട്ട് അവർ മഹത്വവൽക്കരിക്കപ്പെടുകയും നല്ലവരാക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 4 ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു മുആവിയ യസീദിനോട്. അതിൽ ഹുസൈനെ കൊന്നു കർബലയിൽ വെച്ച്. അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. ഹുസൈനെ കൊന്നു, വെള്ളം കൊടുക്കാതെ കൊന്നാള്. ഇതൊക്കെ അതിശയോക്തിയുള്ള കഥകളാണ്, അതിശയോക്തി കലർത്തി പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ പരമാവധി മൈൽഡാക്കിയിട്ടാണ് പറയുന്നത്. കാരണം അതിന്റെ ഉള്ളതുപോലെ പറഞ്ഞ ഞാനടക്കം പിന്നെ ഒരുപക്ഷെ ഇമോഷണലായി പോകാൻ സാധ്യതയുണ്ട്. സ്വന്തം ഞാൻ പറഞ്ഞില്ലേ, 6 മാസം പ്രായമുള്ള കുഞ്ഞ് ദാഹിച്ച് കരഞ്ഞിട്ട് യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ചെന്നിട്ട് അല്പം വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ആ കരയുന്ന കുഞ്ഞിന്റെ അണ്ണാക്കിലേക്ക് അമ്പ ചെയ്ത് കൊന്ന ആളുകളാണ് റളിയല്ലാഹു അൻഹു ചൊല്ലപ്പെടേണ്ടവർ. ഇന്നും ഗസയിൽ പോലും നമുക്കത് കേൾക്കാൻ കഴിയില്ല. നമ്മൾ പറയൂലേ, പിന്നെ റൊട്ടിക്ക് വേണ്ടി നിൽക്കുന്ന കുട്ടികളുടെ തലയിലേക്ക് ബോംബിട്ട നെതന്യാഹു, ആ നെതന്യാഹുവും ഈ യസീദും തമ്മിൽ എന്താ വ്യത്യാസം? ഈ കുട്ടിയുടെ അണ്ണാക്കിലേക്ക് അമ്പ ചെയ്തിട്ടല്ലേ കൊല്ലുന്നത്, വെള്ളം കൊടുക്കാതെ. ഹുസൈൻ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ വെള്ളമാണോ? നിങ്ങളാണോ ഇത് ഒഴുക്കുന്നത്? ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്ന് പറഞ്ഞ ഫറോവയുടെ ഭാഷയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഹുസൈൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ രീതിയിൽ ഒരു സമൂഹത്തെ ക്രൂരമായി പീഡിപ്പിക്കുകയും എന്നിട്ട് ആ ചരിത്രം അവർ പീഡിപ്പിച്ചു എന്നതല്ല, ഇക്ബാൽ പറഞ്ഞതുപോലെ അതല്ല നമ്മുടെ വിഷമം. പിന്നെയോ അവരെ മഹത്വവൽക്കരിച്ച് ഇന്നും പ്രഭാഷണം നടത്തുന്ന പ്രഭാഷണ തൊഴിലാളികൾ ഇസ്ലാമിന്റെ പേരിൽ മെമ്പറുകളിൽ കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. റൂമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കെട്ടിടങ്ങൾ, മിനാരങ്ങളുള്ള കെട്ടിടങ്ങൾ കാണുമ്പോൾ അത് വിശുദ്ധമാണെന്ന് ധരിക്കരുത്, അവിടെ കുടിയിരുത്തപ്പെട്ടിട്ടുള്ളത് ശൈത്താനെയാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കുടിയിരുത്തപ്പെട്ടിട്ടുള്ളത് ശൈത്താനെയാണ്. മെമ്പറുകളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഇസ്ലാമിൻ്റെതാണെന്ന് വിചാരിക്കരുത്. അതൊക്കെയും അള്ളാഹുവിന് വിരുദ്ധമായ പ്രഭാഷണങ്ങളാണ് കേൾക്കുന്നത്. റസൂല് പറഞ്ഞിട്ടില്ലേ, അത് സയഅതി സമാനുൻ അലാ ഉമ്മത്തി എന്നോ മറ്റോ തുടങ്ങുന്ന ഹദീസിന്റെ ഒരു ഭാഗം എങ്ങനെയാണ്, വമസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. അതായത് സന്മാർഗശൂന്യമായ ശബ്ദങ്ങൾ ഉയരുന്ന കെട്ടിടങ്ങളാണ് പള്ളികളായി മാറുന്നത്. പള്ളികൾ, മസ്ജിദ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ കെട്ടിടങ്ങളായിട്ട് അവിടെ ഇവിടെ സ്ഥാപിക്കുന്ന ഈ സംഘടനാലയങ്ങളൊക്കെ മസ്ജിദുകളാണെന്ന്. അതൊക്കെ സാധാരണ മറ്റേത് ഒരു കെട്ടിടത്തോളവും അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ടതോ ആയിട്ടുള്ള ഇടങ്ങളാണ്. അവിടങ്ങളിൽ നിന്ന് നമുക്കൊരു മനുഷ്യന് സന്മാർഗങ്ങളൊന്നും കിട്ടൂല. ഏത് പള്ളിയിൽ പോയാലാണ് ഇന്ന് മനുഷ്യന് ഹുദ ലഭിക്കുന്നത്, ഹിദായത്ത് ലഭിക്കുന്നത്? സംഘടനകളുടെ അട്ടഹാസങ്ങളല്ലാതെ, കുറ്റപ്പെടുത്തലുകളല്ലാതെ, പ്രവാചകനെയും പ്രവാചക കുടുംബത്തെയും കൊന്നൊടുക്കിയവരെ മഹത്വപ്പെടുത്തുക എന്നതല്ലാതെ മറ്റെവിടുന്നാണ് എന്താണ് കേൾക്കാൻ കഴിയുക? ഇതല്ലേ മെമ്പറുകളിൽ നിന്ന് കേൾക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഴുതി കൊടുക്കുന്ന ഈ കൊട്ടാരങ്ങളിൽ നിന്ന് എഴുതി കൊടുക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി ഓഫീസുകളിൽ നിന്ന് എഴുതി കൊടുക്കുന്ന തെട്ടൂരങ്ങൾ വായിക്കലാണല്ലോ ഇന്നത്തെ ഖുതുബ എന്ന് പറയുന്നത്. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ മുആവിയ മകൻ ഇത് വസിയത്ത് നൽകിയിട്ടാണ്, ഈ 4 ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ടാണ്. മുഹമ്മദ് കുട്ടശ്ശേരി എഴുതുന്നുണ്ട് കേട്ടോ. മുഹമ്മദ് കുട്ടശ്ശേരി എഴുതുന്നത്, സിയാദ് പിന്നെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന നായാട്ട് പ്രേമിയായ കുട്ടശ്ശേരി എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്നും ജീവിച്ചിരിക്കുന്ന, ഫറൂഖിൽ ജീവിച്ചിരിക്കുന്ന, നമുക്കൊക്കെ അറിയാവുന്ന മുജാഹിദ് പണ്ഡിതനാണല്ലോ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം നിവൃത്തിയില്ലാതെ എഴുതേണ്ടി വന്നൊരു വാക്ക്, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന നായാട്ട് പ്രേമിയായ ഭക്തിയില്ലാത്ത ഒരു മനുഷ്യനാണ് യസീദ് എന്ന് അദ്ദേഹത്തിന്റെ പിന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 14 നൂറ്റാണ്ട് എന്ന് പറയുന്ന ചരിത്രം, 14 നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അയാൾ, അങ്ങനെയുള്ള ഒരുവനെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അയാൾക്ക് ഈ സഹാബികളെ കുറിച്ച് മോശമായ ചിത്രം നൽകി അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. ഈ ഭരണാധികാരികളുടെ ഭാഷ നമ്മൾ സാധാരണ ഭാഷയല്ല. 4 ആളുകളെ നീ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിക്കരുത് എന്നാണ്. അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അതിൽ ഒന്നാമത് എണ്ണിയത് ഹുസൈനാണ്, ഇബ്നു ഉമറാണ്. ഇബ്നു ഉമർ നാട് വിട്ടുപോയി. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പിന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. നാട് വിട്ടുപോവാണ് ചെയ്തത്. താബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ട, വളരെ നിശബ്ദനായ, കാര്യമായിട്ട് ഒന്നിലും ഇടപെടാതെ
നിൽക്കുന്ന ഒരു 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 തസവുഫിന്റെ തലത്തിൽ ഉള്ള ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അദ്ദേഹം കർമ്മങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ്, അനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ആളാണ്. നാട് വിട്ടുപോയില്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ചിത്രം പിന്നെ വേറെ എവിടെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? മരിച്ചതിന് ശേഷമല്ലേ നമ്മൾ അറിയുന്നത്. നാട് വിട്ടുപോയി എന്ന് വെച്ചാൽ നിൽക്കക്കള്ളിയില്ലാത്ത വിധം അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഇതാണ് ഇവരെയൊക്കെ ചെയ്തത്. പിന്നീട് യസീദ് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം, ഒന്നാമതായി ചെയ്തത് മദീനയിൽ പിന്നെ 0 days പ്രഖ്യാപിച്ചു. 0 days പ്രഖ്യാപിച്ചിട്ട് എന്താ സംഭവിച്ചത്? എല്ലാ പുസ്തകങ്ങളിലും ഉള്ളതാണ്. ഈ പറയപ്പെട്ട താരിഖ് തബീയിലും ബിദായിലും ഒക്കെ ഉള്ളതാണ്. സൈനികർ നരനായാട്ട് നടത്തി. മദീനയിൽ ഒരു പെൺകുട്ടി പോലും ബലാത്കാരം ചെയ്യപ്പെടാത്തതായിട്ടില്ല എന്നാണ് പുസ്തകങ്ങൾ മുഴുവൻ എഴുതിയത്, അല്ലേ? മദീനയിൽ റസൂലുള്ളാന്റെ വിശുദ്ധ ഖബറുള്ള പ്രവാചകൻ മറഞ്ഞു കിടക്കുന്ന റസൂലുള്ളാന്റെ കർമ്മഭൂമിയായ മദീനയിൽ യസീദ് 0 days പ്രഖ്യാപിച്ചു. പട്ടാളക്കാർക്ക് സൗകര്യം പോലെ നിങ്ങൾ എന്ത് ചെയ്താലും 3 ദിവസം ഒരു ചോദ്യമില്ല എന്ന് പറഞ്ഞു. ഭയപ്പെടുത്തുകയായിരുന്നു. ഒരു ജനതയെ വീര്യം കെടുത്താൻ, ഒരു ജനതയെ ചൊൽപ്പടിക്ക് നിർത്താൻ, ഒരു ജനതയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ഏറ്റവും നല്ലത് അവരുടെ സ്ത്രീകളെ അപമാനിക്കുക എന്നുള്ളതാണ് കണ്ണിന്റെ മുന്നിൽ. ഈ പട്ടാളക്കാരൊക്കെ പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ മാനഭംഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അതിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കളിക്കണ്ട എന്നാണ്. ഇത് മാനസികമായി ഒതുക്കലാണ്, അപമാനിക്കലാണ്, നിന്ദ്യരാക്കലാണ്. ഖുർആനിലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, വയസ്തഹ്യൂന നിസാഹും, ഇതിന് അവർ ജീവിക്കാൻ വിട്ടു എന്നൊക്കെയാണ് പറയാ. ഇസ്തഹിയ യസ്തഹി എന്ന വാക്കിന് ജീവിക്കാൻ വിട്ടു എന്നല്ല അർത്ഥം, അപമാനിച്ചു എന്നാണ്. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ ആൺകുട്ടികളെ കൊന്നുകളയുകയും സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് അപമാനിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നതിന്റെ അർത്ഥം. ഇതിനൊക്കെ ഫിർഔനെ പോലും ന്യായീകരിക്കലാണല്ലോ ഇവരുടെ പണി. അതുകൊണ്ട് ജീവിക്കാൻ വിട്ടു എന്നാണ്. ജീവിക്കാൻ വിടൽ എങ്ങനെയാണ് ഒരു തെറ്റായി തീരുക? ഇങ്ങനെ ഈ രീതിയിൽ ഒരു സമൂഹത്തെ അപമാനിച്ച് നിന്ദിച്ച് അവരെ മാനസികമായി കീഴ്പ്പെടുത്തുന്ന തന്ത്രം തന്നെയാണ് യസീദും മുആവിയയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ യസീദ് ഭരണത്തിലേറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, യസീദ് രണ്ടാമതേത് മുആവിയുടെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു ഏർപ്പാടായിരുന്നു കൊട്ടാരങ്ങൾ പണിയുക എന്നുള്ളത്. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് മർവാൻ ചെയ്തിട്ടുണ്ട്, കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ പ്രശ്നം മുന്നോട്ട് വെച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിന് മറുപടി പറഞ്ഞത് ഭരണാധികാരികൾക്ക് സൗകര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് ആവശ്യമാണ്, ഇന്ന് നമുക്ക് ദാരിദ്ര്യമില്ലല്ലോ എന്നാണ്. സ്വാഭാവികമായിട്ടും മറുപടിയാണ്. പക്ഷെ യസീദിന്റെ കാലത്തുമ്പോഴേക്കും നാട് മുടിയാൻ തുടങ്ങിയിട്ടുണ്ട്, ദാരിദ്ര്യത്തിലെത്തിയിട്ടുണ്ട്. പട്ടണങ്ങളിലൊക്കെ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങി. പട്ടണങ്ങളിലൊക്കെ കൊട്ടാരങ്ങൾ പണിയുകയും ഇന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് പിന്നെ സൗദി അറേബ്യയിൽ പോയാൽ മക്ക സഫയിൽ ഒരു കൊട്ടാരം കാണാം, തായിഫിൽ പോയാൽ അവിടെ കൊട്ടാരം കാണാം, ജിദ്ദയിൽ പോയാൽ കൊട്ടാരം കാണാം. എന്ന് വെച്ചാൽ എവിടെയൊക്കെ 5 കടകളും ബിൽഡിംഗും ഉണ്ടാവും, അവിടെയൊക്കെ രാജാവിന് ഒരു കൊട്ടാരം ഉണ്ടാവും. ആ കൊട്ടാരത്തിൽ 3000 മുറികളും ഉണ്ടാവും. അവിടെ അതിനനുസരിച്ച് പരിചാരകരും ഉണ്ടാവും. നാട്ടുകാരൊക്കെ തെണ്ടിയാലും ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് മുആവിയുടെ രീതി എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് നമ്മുടെ പ്രസിഡന്റിന് റൈസിന ഹിൽസിൽ ഒരു പിന്നെ 1000 എത്ര മുറികളുള്ള ഒരു ഇതുണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രസിഡന്റ് വന്നാൽ പിന്നെ താമസിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ലോക്ഭവൻ എന്ന് ഇന്നും പണ്ട് രാജ്ഭവൻ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലാണ് താമസിക്കുക. അവിടെ ഗവർണർ ഉണ്ട്, അത് പിന്നെ അവിടെ പ്രസിഡന്റ് വന്നാൽ താമസിക്കും. നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ രാജാക്കന്മാർക്ക് താമസിക്കുന്നതിന് വേണ്ടി നഗരങ്ങളൊക്കെ കൊട്ടാരങ്ങൾ പണിയുകയും ജനങ്ങൾ വീടില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് ഹുസൈൻ ചോദിച്ചത്. ഹുസൈൻ പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾ എടുത്ത് പണിയുന്നത് നിങ്ങളുടെ പണം കൊണ്ടല്ലല്ലോ, ജനങ്ങളുടെ പണം കൊണ്ടല്ലേ, പൊതു ഫണ്ടിൽ നിന്നല്ലേ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകു, നീതി പാലിക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഹുസൈൻ എഴുന്നേറ്റ് വന്നത്. ഇത് പറയാൻ വേണ്ടിയാണ് ഹുസൈൻ കർബലയിലേക്ക് ചെല്ലുന്നത്. അതിനു മുമ്പ് പലരോടും ഹുസൈൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, പറഞ്ഞയക്കുന്നുണ്ട്. ഹുസൈൻ വരുന്നു എന്ന് പറയാൻ വേണ്ടി കൂഫയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ആളുകളെ. അതിൽ ഹുസൈന്റെ കണക്കുകൂട്ടൽ തെറ്റിയിരുന്നു. കൂഫക്കാർ തന്നോടൊപ്പം നിൽക്കും, പൊതുജനങ്ങൾ എന്നോടൊപ്പം നിൽക്കും, ഞാൻ ഈ കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടൊക്കെ പോയാൽ സ്വാഭാവികമായും അവർ തങ്ങളോടൊപ്പം നിൽക്കുമെന്ന് കരുതി. പക്ഷെ അതിന് മുസ്ലിം ഇബ്നു ഉഖൈൽ നൽകുന്ന ഒരു മറുപടി ഉണ്ട്, ഖുലൂബുഹും മഅക് വസുയൂഫുഹും അലൈക്. ഖുലൂബുഹും മഅക്, അവരുടെ ഹൃദയം നിങ്ങളോടൊപ്പമാണ്,
സുയൂഫുഹും അലൈക്, പക്ഷേ അവരുടെ വാളുകൾ നിങ്ങൾക്കെതിരാണ്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെയാണ്. ഹുസൈൻ എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും വികാരമാണ്. ഹുസൈൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പുത്രൻ എന്ന നിലക്ക് അങ്ങയോട് വലിയ വാത്സല്യമാണ്. സുയൂഫുഹും അലൈക്, പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കെതിരായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് മുസ്ലിം റോക്കയിൽ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്. ഹുസൈൻ വരുന്നു എന്നറിയിക്കുന്നതിന് വേണ്ടി കൂഫയിലേക്ക് ചെന്ന മുസ്ലിമിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്ന് അറിയാമല്ലോ. ഈ ഇബ്നു സിയാദ് ഈ വിവരം അറിഞ്ഞിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പിന്നെ മുസ്ലിം താമസിക്കുന്ന വീട്ടിലേക്ക് ആളുകളെ അയക്കുന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ മുസ്ലിം ആ വീട്ടിലുണ്ട്. എന്നിട്ട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ചെയ്യുന്നത് ആ ചുറ്റുഭാഗത്തുള്ളവരെയൊക്കെ മാറ്റി. ഇതിനകത്തുള്ളവർ അറിയുന്നില്ല കേട്ടോ. ഇതിനകത്ത് മുസ്ലിം ഉണ്ട്. പിന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ കിതാബ് എഴുതിയ മുസ്ലിം അല്ല കേട്ടോ. മുസ്ലിം എന്ന് പറയുന്നത് അലി ഇബ്നു അബി താലിബിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് മുസ്ലിം ബിൻ ഉഖൈൽ. അങ്ങനെ അവരൊക്കെ കൂടി അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഇതിന് ചുറ്റും എണ്ണ ഒഴിച്ച് വീടിന്റെ ചുറ്റും, എന്നിട്ട് ആർക്കും പുറത്ത് കടക്കാൻ കഴിയാത്ത വിധം ഒന്നിച്ച് തീയിടുകയും അതിനകത്ത് മുസ്ലിം ബിൻ ഉഖൈൽ അടക്കം ആ വീട്ടുകാരും അദ്ദേഹത്തെ കേൾക്കാൻ വന്നവരൊക്കെയും ആ വീട്ടിനകത്ത് മരിക്കുകയും ചെയ്തു, കത്തിക്കരിഞ്ഞ് മരിക്കുകയും ചെയ്തു. ഈ മുസ്ലിമിന്റെ മരണം കൂടി അറിഞ്ഞതിന് ശേഷമാണ് ഹുസൈൻ തന്റെ യാത്ര ത്വരിതപ്പെടുത്തിയത്. മുസ്ലിം ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഹുസൈൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് അവിടെ പോയി എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടാമായിരുന്നില്ലേ? പക്ഷേ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് കരുതി വീട് കത്തിച്ചു. കത്തിക്കുക എന്നുള്ള പണ്ടുള്ളവരോടെ ഫാത്തിമ ബീവിനെ കത്തിച്ചില്ലേ, ഇതുപോലെ മുസ്ലിമിനെയും കത്തിച്ചു. ഇങ്ങനെയാണ് ആ പിന്നെ ഭരണാധികാരികൾ തങ്ങളുടെ ചെയ്തികൾ മുന്നോട്ട് കൊണ്ടുപോയത്.